ഇന്ന് നേരത്തെ കാലത്ത് നീട്ടിട്ടുണ്ട്, ഒരു 5:45 നീട്ടിട്ടോ രാവിലെ തന്നെ. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ദിവസം ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ വേഗം തീർക്കണം. പിന്നെ ഉച്ച വെയിലാകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ചായയും കാര്യങ്ങളും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് നമുക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാൻ വേണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ടൻ ചായ ഒരു ഗ്ലാസ് കുടിക്കണം, എന്നാലും എനിക്കൊരു 11 മണി വരെ ഒരു എനർജി ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് 2 നാഴി അരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ എടുത്ത് കഴുകി കുക്കറിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 10-15 മിനിറ്റ് കൊണ്ട് ചോറിൻ്റെ കാര്യം അങ്ങോട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ തലേ ദിവസം ഞാൻ അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, പിറ്റേ ദിവസം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ബിസി ഡേയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ചെയ്ത് തീർക്കണമെങ്കിൽ തലേ ദിവസം എല്ലാവിധ കാര്യങ്ങളും ഒരുക്കി വെക്കും കേട്ടോ. അങ്ങനെ ചോറപ്പുറത്ത് വെച്ചു. ഇപ്പുറത്ത് ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു, കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് മൂപ്പിച്ച്, വേപ്പിലയും കൂടെ പിന്നെ പച്ചമുളക് കുത്തി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് തട്ടി കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് അങ്ങനെ അടച്ച് വേവിച്ചോട്ടെ. ഇത് ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള വേഗം അരക്കല്ലെങ്കിൽ കറണ്ട് എപ്പോഴാണ് പോകാൻ അറിയില്ല. നാളികേരം, ചെറുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കേട്ടോ. ഉപ്പേരി ആയി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കുറച്ച് നാളികേരം കൂടെ ചിരകിയിട്ടത് ചേർത്തിട്ടാണ് ഉപ്പേരി റെഡിയാക്കി എടുത്തത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിത് അപ്പുറത്ത് മീൻ വറക്കാൻ കൂടുള്ളത് പെറുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മീൻ മസാലയൊക്കെ തലേ ദിവസം ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇരിക്കുന്ന പാത്രങ്ങൾ കയ്യോടെ അങ്ങനെ കഴുകി വെച്ചു. ഇത്തിരി നേരം കിട്ടുന്നുണ്ടെങ്കിൽ ഞാനിത് മോറാനുള്ളതൊക്കെ വേഗം കഴുകി വെക്കും. അല്ലെങ്കിൽ എന്താ അറിയോ, കുറേ കഴിയുമ്പോഴേക്കും ഒരുപാടായി പോകും. അപ്പോഴേക്കും നമ്മുടെ ചോറായി അത് അങ്ങോട്ട് ഊറ്റി വാർത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് നമ്മൾ ആ ഒരു കുക്കറിനകത്ത് മത്തൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. മത്തനൊക്കെ കഴുകി റെഡിയാക്കി അതിലൊരു പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം തക്കാളിയും കൂടെ കീറിയിട്ടു. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ്, വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വിസിലാകുമ്പോഴേക്ക് ടപ്പേ തന്നെ വെന്തോളൂ കേട്ടോ. ഞാൻ കുക്കറിൽ വേഗണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ അടച്ച് വെച്ച് വേവിച്ചാലും മതി. എന്നിട്ട് കയ്യോടെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മത്തം വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ മറിച്ചിട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും മത്തനൊക്കെ വെന്തൊന്ന് കയ്യിൽ വെച്ച് ഉടച്ചു കൊടുത്തു. കുറുന്നനെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അരപ്പും ചേർത്ത് അതൊന്ന് കുറുക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ കടുകും വറ്റൽമുളകും ഒക്കെ അങ്ങോട്ട് വറുത്തിട്ടു കേട്ടോ. എന്നിട്ട് നമ്മുടെ കിച്ചൺ ടേബും സ്റ്റവും എല്ലാം കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ആകെ അലമ്പും കാര്യങ്ങളാവില്ല. തലേ ദിവസം നമ്മൾ വൈകുന്നേരമാണ് അടിച്ചു വാരി തുടക്കുക. അതുകൊണ്ട് പിന്നെ വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ വേഗം പോയിട്ട് ഇനി ഒരു കുളി പാസ്സാക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇനി ഇല പൊതിയാൻ വേണ്ടിയിട്ട്, പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് ഞാൻ പറയണേ അല്ലേ. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് കുളി കഴിഞ്ഞിട്ട് വേഗം വാഴയില പിച്ചാൻ വേണ്ടിയിട്ട് പോയി. വാഴയിലൊക്കെ മുറിച്ച് കൊടുത്തിട്ട് അതൊന്ന് വാട്ടിയിട്ട് നമ്മളിനി ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പേരി, ഒരു കഷ്ണം മീൻ, അച്ചാർ, ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കും പൂജയ്ക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് മീനൊന്നും ഉച്ചയ്ക്ക് കഴിക്കാനില്ല, വിചാരിച്ചിട്ടൊരു പീസ് ഇടണുള്ളൂ ഞാൻ. ബാക്കിയൊക്കെ നമ്മൾ രാത്രിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. ഒഴിച്ചുകറി ഞാനിതൊരു കുപ്പിയിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മുടെ പൊതിച്ചോറാണ്ട് കെട്ടി വെച്ചു, കുപ്പിയിൽ കറിയാക്കി. അപ്പം ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ നോക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.